എന്തുവാടി ചെയ്തോണ്ടിരിക്കണേ? എന്ത് പരിപാടിയാ ഇതോ? കുട്ട ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? കുറച്ച് ദിവസം മുന്നുണ്ടല്ലോ കുട്ട, ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ, ഇൻസ്റ്റന്റ് ആയിട്ട് സ്ട്രെസ് കുറയ്ക്കാൻ ഒരു മാർഗ്ഗം. അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ഞാനിപ്പോൾ പറയാവേ, ഒന്ന് ചെയ്യട്ടെ. അതെ, ഇത് കാണുമ്പോൾ ഒരു പൊട്ടത്തരമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഞാനിത് ചെയ്ത് നോക്കി വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓരോരുത്തരുടെയും സ്ട്രെസ്സിൻ്റെ ലെവൽ ഓരോ രീതിയിലായിരിക്കും കേട്ടോ. ചിലർക്ക് ഭയങ്കര സ്ട്രെസ് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ മൈൻഡും ബോഡിയും അങ്ങോട്ട് സിങ്ക് ആകാത്ത പോലെ നമുക്ക് തോന്നാറില്ലേ? ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എക്സാം ടൈം അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ വർക്ക് പ്ലേസിൽ പെട്ടെന്ന് ഒരു ചലഞ്ചിങ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പാനിക്കായിട്ട് പോകുന്നവരുണ്ടല്ലോ. അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നതിന് ശേഷം ബോഡി ഒന്ന് റിലാക്സ് ആയിട്ട് ആദ്യം ഒന്ന് നിൽക്കണം കേട്ടോ. അതിനുശേഷം കൈ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക, ഒരു 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ. ഇത് നമ്മുടെ ബ്രെയിനെ റീസെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആംസിലെയും ഷോൾഡറിനെയും ഒക്കെ മസിലിനെ റിലാക്സ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ കോർട്ടിസോൾ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ലെവലിനെ ഇതൊന്ന് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കൈ കുടയുന്നതിനിടയിലുണ്ടല്ലോ, ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് സ്ലോലി ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഹെൽപ്പ് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു തെറാപ്പി നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നല്ലതെന്ന് തോന്നിയാൽ, അത് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.